നഷ്ടത്തിലാണെന്ന് കണക്കുകൾ നിരത്തി നികുതി ഇളവ് നേടിയ 33 കമ്പനികൾ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ബിജെപിക്ക് നൽകിയത് 434 കോടി രൂപ. അറ്റാദായത്തേക്കാൾ അധികം തുക ഇലക്ട്രൽ ബോണ്ടായി നൽകിയ 6 കമ്പനികളിൽ നിന്നും 601 കോടിയും ബിജെപിക്ക് ലഭിച്ചതായി രേഖകൾ വ്യക്തമാക്കുന്നു. വ്യാജമായ കണക്കുകൾ സൃഷ്ടിച്ച് നികുതിയിൽ നിന്ന് രക്ഷപ്പെട്ട കമ്പനികൾക്കെതിരെ ഇതുവരെയും ആദായ നികുതി വകുപ്പോ കേന്ദ്ര അന്വേഷണ ഏജൻസികളോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടുമില്ല. ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ബിജെപി സമാഹരിച്ച വൻ തുകയുടെയും അഴിമതിയുടെയും വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ബോണ്ടുകളുടെ ആൽഫാ ന്യൂമറിക് നമ്പറുകളടക്കം പുറത്തുവന്നതോടെ ബിജെപിക്ക് പണം നൽകിയ കമ്പനികളുടെ പേരുവിവരങ്ങളും വ്യക്തമായി. നഷ്ടത്തിലാണെന്ന കണക്കുകൾ നിരത്തി നികുതി ഇളവ് നേടിയ കമ്പനികൾ പോലും ബിജെപിക്ക് നൽകിയത് കോടികളാണെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നഷ്ടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടിയ 33 കമ്പനികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി നൽകിയത് 582 കോടി രൂപയാണ്. ഇവയിൽ 75% പണവും ലഭിച്ചത് ബിജെപിക്ക്. 434 കോടി രൂപയാണ് ഈ കമ്പനികൾ ബിജെപിക്ക് നൽകിയത്. 6 കമ്പനികൾ തങ്ങളുടെ ആകെയുള്ള അറ്റാദായത്തെക്കാൾ അധികം തുക ഇലക്ട്രൽ ബോണ്ടായി നൽകിയെന്നും കണ്ടെത്തി. ഈ കമ്പനികൾ നൽകിയ 646 കോടിയിൽ 601 കോടിയും ബിജെപിക്ക് ലഭിച്ചു. കൂടാതെ നികുതി വെട്ടിപ്പിനായി വ്യാജ കണക്ക് സൃഷ്ടിച്ച 3 കമ്പനികളിൽ നിന്നും ഇലക്ട്രൽ ബോണ്ട് തുകയായി രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയത് 193 കോടി രൂപ. ഇതിൽ 28 കോടി രൂപ ബിജെപിക്ക് ലഭിച്ചപ്പോൾ കോൺഗ്രസിന് 91 കോടിയും തൃണമൂൽ കോൺഗ്രസിന് 45 കോടിയും BRSനും BJDക്കും 10 കോടി വീതവും AAPക്ക് 7 കോടിയും ലഭിച്ചു. ഈ കമ്പനികളെല്ലാം നികുതി വെട്ടിപ്പും കള്ളപ്പണം വെളുപ്പിക്കലും നടത്തിയെന്നത് പകൽ പോലെ വ്യക്തം. എന്നാൽ ബിജെപിയെ അകമഴിഞ്ഞ് സഹായിച്ച കമ്പനികളുടെ നിയമവിരുദ്ധ നടപടി ആദായ നികുതി വകുപ്പോ EDയോ മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളോ ഇതുവരെ അറിഞ്ഞിട്ടുമില്ല. കൈരളി ന്യൂസ്, ദില്ലി.